ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും ഇനി വരാനിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി സച്ചിക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ടം വാങ്ങാൻ തീരുമാനിക്കുക. നേരെ പുള്ളിക്കാരി നമ്മുടെ മഹേഷിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് മഹേഷിനോട് പറഞ്ഞു, അതെ, ഞാൻ സച്ചിയേട്ടന് വേണ്ടിയിട്ട് ഒരു വണ്ടി വാങ്ങാൻ ആലോചിക്കുക. പിന്നെ ഞാൻ ഈ കാര്യം ചെയ്യുന്ന കാര്യം ഒരു കാരണം വെച്ചാലും സച്ചിയേട്ടൻ ഇപ്പം അറിയരുത് കേട്ടോ. നാളെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വരണം. എന്നിട്ട് അവിടെ വെച്ച് വേണം ഈ കാര്യങ്ങൾ മുഴുവനും പുള്ളിക്കാരൻ അറിയാനായിട്ട്. അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് മഹേഷ് ആണെങ്കിലോ, എന്നാ ആയിക്കോട്ടെ പെങ്ങളെ, ഞാനായിട്ട് അവനോട് ഈ സർപ്രൈസ് ഒന്നും പൊളിക്കാൻ നിൽക്കുന്നില്ല. അല്ല, സച്ചിയേട്ടനെ ഈ ഷോറൂമിലേക്ക് ഏട്ടനൊന്ന് കൂട്ടിക്കൊണ്ട് വരുമോ? അങ്ങനെ ഇവളും അതുപോലെ മഹേഷും കൂടി പ്ലാൻ ചെയ്തതനുസരിച്ച് പിറ്റേ ദിവസമാണെങ്കിലും ടാക്സി സ്റ്റാൻഡിൽ എത്തുന്ന നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ സച്ചിയോട് സംസാരിക്കുക. എടാ ദേ, എൻ്റെ കൂട്ടുകാരന് ഒരു വണ്ടി നോക്കാനാ. അപ്പം നീ ഒന്ന് വരുമോ? നിനക്കാകുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റുമല്ലോ ഏത് വണ്ടി ആയിരിക്കും നല്ലതെന്ന്. നിന്റെ ടേസ്റ്റ് അനുസരിച്ച്, നിന്റെ ഇഷ്ടം അനുസരിച്ചുള്ള ഒരു വണ്ടി നീ ഒന്ന് സെലക്ട് ചെയ്ത് തരുമോ? ഓ, അതിനെന്താടാ, ഞാൻ വരാലോ എന്ന് പറഞ്ഞ് സച്ചിയാണെങ്കിലോ ഇവനോടൊപ്പം തന്നെ ആ ഷോറൂമിലേക്ക് എത്തുകയാണ്. അങ്ങനെ സച്ചി എല്ലാ വണ്ടികളും നോക്കി. ഈ സമയമാണെങ്കിൽ അവിടെ കാണാൻ കൊള്ളാവുന്ന അത്യാവശ്യം നമ്മുടെ സച്ചിക്ക് അറിയാമല്ലോ വണ്ടിയെ കുറിച്ചിട്ട്. അങ്ങനെ അവൻ ഇഷ്ടപ്പെട്ട ഒരു വണ്ടി അവൻ സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു, എടാ മഹേഷ്, ഈ വണ്ടി നല്ലതായിരിക്കും. നിന്റെ കൂട്ടുകാരനോട് പറഞ്ഞോ, അവൻ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ വെച്ചടി കയറ്റുമായിരിക്കും. അല്ലെങ്കിൽ ഈ സച്ചിയുടെ പേര് മാറ്റിയിട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ ഈ വണ്ടി സെലക്ട് ചെയ്യുന്ന സമയത്ത് രേവതി ആ ഷോറൂമിലുണ്ട്. അങ്ങനെ നമ്മുടെ രേവതി ഈ കാര്യങ്ങളൊക്കെ നോക്കി സന്തോഷത്തോടു കൂടി നിൽക്കുക. മഹേഷ് ആണെങ്കിലോ രേവതി ഇങ്ങനെ കൈയൊക്കെ കാണിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം ആകുന്ന സമയത്ത് നമ്മുടെ മഹേഷ് സച്ചിയോട് പറഞ്ഞു, എടാ സച്ചി, നീ അത്യാവശ്യമായിട്ട് ഒന്ന് ക്ഷേത്രം വരെ വരുമോ? എനിക്ക് എൻ്റെ കൂട്ടുകാരന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച വണ്ടി ഉണ്ടല്ലോ, അത് ഇന്ന് പൂജ വയ്ക്കുകയാണ്. അല്ലടാ, അത് പൂജിക്കുന്നതിന് ഞാൻ എന്തിനാണ് പൊട്ടാ വരുന്നത്? ഞാൻ ഇവിടെ സ്റ്റാൻഡിലാണ്. എന്തെങ്കിലുമൊക്കെ ഓടിയാലേ മോനെ പൈസ കിട്ടുകയുള്ളൂ. അറിയാലോ നിനക്ക് ഫിനാൻസറുടെ കാര്യം. ഫിനാൻസർക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ അയാൾ വന്ന് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോകും. എടാ, നീ ആദ്യം ആ കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് കേൾക്കടാ. എൻ്റെ കൂട്ടുകാരന് വേണ്ടിയിട്ടല്ലേടാന്നും പറഞ്ഞ് മഹേഷ് സച്ചിയെ നിർബന്ധിച്ചു. അങ്ങനെ സച്ചി അവിടേക്ക് വരുന്ന സമയത്ത് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് എത്തുന്ന ശ്രുതിയെയാണ്. ശ്രുതി അവിടെ വന്നതും, അല്ല ഇതെന്താ നീ ഇത് പാർലറിന്റെ പേരൊക്കെ മാറ്റിയോ? എൻ്റെ അമ്മയുടെ പേരായിരുന്നല്ലോ ചന്ദ്രസ് ബ്യൂട്ടി വേൾഡ് എന്നും പറഞ്ഞ് ഇട്ടിരുന്ന ഈ പാർലർ എന്താ നീ മാറ്റിക്കളഞ്ഞത്? അതുണ്ടല്ലോ, ഇപ്പം ഈ പാർലർ അതൊരു നമ്മുടെ കയ്യിലല്ല ഉള്ളത്. അങ്ങനെ നടന്ന സംഭവങ്ങൾ മുഴുവനും ശ്രുതിയുടെ അടുത്ത് സംസാരിച്ചു. അപ്പൊ ശ്രുതി പറഞ്ഞു, എടി നീ എന്നെ ചതിക്കുമല്ലായിരുന്നോ? അയ്യോ, ഇത് അങ്ങനെയൊന്നും അല്ല, ഞാനും ഇപ്പൊ ഇതിന്റെ ഒരു ഓണർ തന്നെയാ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഫ്രാഞ്ചൈസിയും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഒരുപാട് തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട്. അപ്പം അവർ നിർദ്ദേശിച്ച ഒരു പേരിട്ടു, അത്ര തന്നെയുള്ളൂ. അല്ലാതെ നമ്മൾ തന്നെ ഇതിന്റെ ഓണേഴ്സ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുവിധം ശ്രുതിയെ ഈ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി മനസ്സിലാക്കിച്ചു. അതിനുശേഷമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സച്ചി ആ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതാണ്. അവിടെ വന്ന പാടെ സച്ചി കൂട്ടുകാരനോട് ചോദിച്ചു, എടാ എവിടെയാണ് വണ്ടി? ദേ കിടക്കുന്ന വണ്ടി കണ്ടില്ലേ? ഒരു 5 മിനിറ്റ് കൂടി നീ ഒന്ന് വെയിറ്റ് ചെയ്യോ? ഈ വണ്ടി ഒന്ന് പൂജിച്ച് ഇപ്പം ഇറക്കും. എൻ്റെ പൊന്നു മഹേഷേ, ഈ സമയത്ത് ആരെങ്കിലുമൊക്കെ ഓട്ടം വിളിച്ചു കഴിഞ്ഞാൽ ദേ അങ്ങോട്ട് പോവേണ്ടി വരില്ലേ? എടാ എങ്ങനെയുണ്ട്, നീ ഒന്ന് നല്ലതുപോലെ നോക്കടാന്നൊക്കെ പറഞ്ഞു. സച്ചിയാണെങ്കിലോ, വണ്ടിക്കൊരു പ്രശ്നമില്ല, നമ്മൾ കണ്ട വണ്ടി തന്നെയല്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അല്ലടാ, ഇത് എത്ര ലക്ഷമായെന്നാ പറഞ്ഞത്? എടാ 10 ലക്ഷത്തിൽ മേലായടാ. എൻ്റെ പൊന്നേ, നിന്റെ കൂട്ടുകാരൻ്റെ ഒരു ഭാഗ്യം. എന്തായാലും അവൻ്റെ ജീവിതം രക്ഷപ്പെട്ടു. അല്ല, അവൻ വല്ല ഡ്രൈവറും ആണോ? അവന് അവൻ്റെ സ്വന്തം ആവശ്യത്തിന് ഓടാം. പിന്നെ ആരെങ്കിലുമൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്കും ഓട്ടത്തിന് പോകാൻ പറ്റും. എന്തായാലും നല്ല കാര്യമായടാ. നമ്മളൊക്കെ ഇനി ഏത് കാലത്തൊരു വണ്ടി വാങ്ങിക്കാനാണ്? നമുക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചതാ. പക്ഷെ എൻ്റെ ആ വണ്ടി പോയില്ലേടാ. അതിൽ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എന്നാടാ ഈ പ്രാരാബ്ദമൊക്കെ തീർന്നിട്ട് സ്വന്തമായിട്ട് ഒരു വണ്ടി വാങ്ങാൻ പറ്റുന്നതെന്ന് സച്ചി ഇങ്ങനെ അവൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോഴത്തേക്കിനും അങ്ങോട്ട് തിരുമേനിയും വന്നു. തിരുമേനി വന്നിട്ട് നമ്മുടെ സച്ചിയുടെ വണ്ടി അതിങ്ങനെ പൂജിക്കാൻ തുടങ്ങുകയാണ്. എന്തായാലും പൂജയും കാര്യങ്ങളും ഒക്കെ അസലായിട്ട് നടന്നു. രേവതി ആണെങ്കിൽ അവിടെ എത്തുകയും ചെയ്തു. രേവതിയെ കണ്ടപ്പോൾ നമ്മുടെ സച്ചി അടുത്തേക്ക് ചെന്നു. അല്ല, നീ അമ്പലത്തിലേക്ക് വരുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. അതോ, ഞാനേ അമ്പലത്തിൽ വരാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാ.
അല്ല ദേവും അമ്മയും ഒക്കെ ഉണ്ടല്ലോ. എൻ്റെ സച്ചിയേട്ടാ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇവര് രണ്ടുപേരും ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിലല്ലേ പൂ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ അവരിവിടെ വരികയല്ലേ? അല്ല, നിങ്ങൾ പോയി നിങ്ങളുടെ പണികളൊക്കെ ചെയ്യ്, പൂജയൊക്കെ അവിടെ നടന്നോളും. ഇതേ മഹേഷിൻ്റെ കൂട്ടുകാരൻ വാങ്ങിച്ച കാറാണ്. അങ്ങനെ സച്ചി ഒന്നും അറിയാണ്ട് ആ കൂട്ടുകാരൻ വാങ്ങിച്ച കാറാണെന്നൊക്കെ നമ്മുടെ ലക്ഷ്മിയമ്മയുടെ അടുത്തും ദേവുവിൻ്റെ അടുത്തും രേവതിയുടെ അടുത്തും ഒക്കെ സംസാരിക്കുക. ഈ സമയത്താണെങ്കിൽ ഇവർക്കൊക്കെ കാര്യങ്ങൾ അറിയാം. അങ്ങനെ അവരെല്ലാവരും ചെറിയൊരു പുഞ്ചിരിയോടുകൂടി നിൽക്കുകയാണ്. സച്ചി പാവം ഒന്നും തന്നെ മനസ്സിലാക്കാണ്ട്, എൻ്റെ മഹേഷേടാ, എനിക്ക് വണ്ടി ആരെങ്കിലുമൊക്കെ വിളിക്കും, എനിക്ക് ഓട്ടം പോകണം, സ്റ്റാൻഡിൽ പോയി കിടന്നാലേ കാര്യമുള്ളൂ എന്നും പറഞ്ഞ് സച്ചി ധൃതി കൂട്ടാൻ തുടങ്ങി. സമയമാണെങ്കിൽ പൂജാരി ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ സച്ചിയുടെ കയ്യിലേക്ക് ആ പൂജിച്ച താക്കോൽ അങ്ങ് വെച്ചു കൊടുത്തു. അല്ല, ഇതെന്താ തിരുമേനി എൻ്റെ കയ്യിലേക്ക് തരുന്നത്? സച്ചി, ഇത് സച്ചിയുടെ വണ്ടിയല്ലേ, അപ്പൊ പിന്നെ സച്ചിയുടെ കയ്യിലേക്കല്ലാതെ ആരുടെ കയ്യിലേക്കാ തരുന്നത്? എൻ്റെ വണ്ടിയോ? എൻ്റെ പൊന്നോ, ഇത് എൻ്റെ വണ്ടിയല്ല. ഈ നിൽക്കുന്ന മഹേഷിന്റെ കൂട്ടുകാരന്റെ വണ്ടിയാ ഇത്. ഞാൻ വാങ്ങിച്ച വണ്ടിയൊന്നും അല്ല. അതെങ്ങനെയാ ശരിയാവുന്നത്? രേവതി മോള് സച്ചിയുടെ പേരിൽ ഈ വാഹനം പൂജിക്കാൻ വേണ്ടിയിട്ട് എഴുതിച്ചിട്ടുണ്ടല്ലോ. അപ്പം സച്ചിയുടെ പേര് വാങ്ങിച്ച വണ്ടിയാണെന്നാണ് രേവതി പറഞ്ഞത്. അന്നാരാടാ നമ്മുടെ സച്ചി ഈ സത്യങ്ങൾ മുഴുവനും അറിയുന്നത്. സച്ചിക്കാണെങ്കിലോ ഇതെന്തൊക്കെ ഈ നടക്കുന്നത്? രേവതിയടി, നീ വാങ്ങിച്ച വണ്ടിയാണെന്നോ? അതെ സച്ചിയേട്ടാ, ഞാൻ വാങ്ങിച്ച വണ്ടിയാ. സച്ചിയേട്ടനോട് മുന്നേ പറഞ്ഞാൽ സച്ചിയേട്ടൻ സമ്മതിക്കില്ലല്ലോ. എൻ്റെ ദൈവമേ, ഇതിന് 10 ലക്ഷം രൂപയാവില്ലേ? ഈ പൈസയൊക്കെ എവിടെ നിന്ന് കിട്ടി? അത് ഞാൻ പൂ കിട്ടിയ പൈസയൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും നാളും നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കാതിരുന്നത് എനിക്ക് ഇങ്ങനെയുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. എന്തായാലും ഞാനിപ്പോൾ ആ ഒരു കാര്യം സാധിച്ചെടുത്തല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമായി. സച്ചിയേട്ടാ ഐശ്വര്യമായിട്ട് ആ വണ്ടിയിലൊന്ന് കയറെന്ന് പറഞ്ഞു. സച്ചിക്ക് സ്വർഗം കിട്ടിയ ഒരു സന്തോഷമാണ്. അങ്ങനെ അവൻ ആ വണ്ടിയിൽ കയറിയിട്ട് കീയൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. രേവതി ആണെങ്കിലും എടുക്കരുത്, ഞാൻ ഈ നാരങ്ങ ആ ഒരു ടയറിനടിയിൽ വെച്ചിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഐശ്വര്യമായിട്ട് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. എന്തായാലും നമ്മുടെ സച്ചിയുടെ ജീവിതത്തിലേക്ക് പുതിയ ഒരാൾ കൂടി വന്നിരിക്കുകയാണ്. അപ്പം ഗംഭീരമായിട്ടുള്ളൊരു വിശേഷമാണ്. ഇതൊക്കെ കണ്ടു കഴിയുമ്പം നമ്മുടെ ചന്ദ്രമതിയുടെ കിളി പറക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അപ്പം ബാക്കി വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.